എല്ലാവർക്കും വാസന മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ബുധൻ 12 രാശികളിൽ നിന്നാലുള്ള ഫലത്തെ, ഗുണദോഷ ഫലത്തെയാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ബുധൻ 12 ഭാഗങ്ങളിൽ നിന്നാലുള്ള ഫലത്തെയാണ്. അപ്പം ബുധൻ ലഗ്നത്തിൽ നിന്നാൽ നാശമുണ്ടാകാത്ത ദേഹബലമാണ് പറയുന്നത്. ബുദ്ധിശക്തി, കുലാചാര ക്രമങ്ങളിലും കാലദേശ വാസാസ്ഥികളിലും പാണ്ഡിത്യം, കാവ്യങ്ങളെയും ഗണിതശാസ്ത്രത്തെയും ആഴത്തിൽ അറിഞ്ഞവരായിരിക്കും. ജ്ഞാനം, മാധുര്യം, ചാതുര്യം കലർന്ന വാക്കുകൾ പറയാനുള്ള സിദ്ധി, ദീർഘായുസ് എന്നിവയാണ് ലഗ്നത്തിൽ ബുധൻ നിന്നാലുള്ള ഫലം. കന്നി, മിഥുനം എന്നിവ ലഗ്നങ്ങളായാൽ ഭദ്രയോഗം കൂടി സംഭവിക്കും. ഗുണങ്ങൾ ഇരട്ടിയാകുന്ന ഗ്രഹസ്ഥിതിയാണിത്. ബുധൻ 2ാം ഭാവത്തിൽ നിന്നാൽ 2ാം ഭാവം വാക്സ്ഥാനമാണ്, ധനഭാവമാണ്, കുടുംബസ്ഥാനവുമാണ്. ശുഭഗ്രഹങ്ങൾ ഏത് ഭാവത്തിൽ നിന്നാലും ഭാവപുഷ്ടി ഉണ്ടാകുമെന്നാണ് ആചാര്യവചനം. മൗഢ്യം, നീചം, ശത്രുക്ഷേത്രം എന്നിവയില്ലാതെ ബുധൻ 2ാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ വലിയ ധനവാനാകും, നല്ല വാക്കുകൾ പറയുന്നവനാകും. സ്വയം ശിക്ഷണം, അതായത് എപ്പോഴും ഉത്തരവാദിത്വം, ഡിസിപ്ലിൻ ഒക്കെ, കൃത്യനിഷ്ഠതയൊക്കെ ഉള്ളവരായിരിക്കും. അന്നപാനാദി സുഖങ്ങളിൽ അവർക്ക് ആഗ്രഹമുണ്ടാകും. ഭോഗം എന്നും പറയാം. സംതൃപ്തി ലഭിക്കുന്നവനാകും. ബുദ്ധി കൊണ്ട് എല്ലാ കാര്യങ്ങളെയും വരുതിയിലാക്കുന്നവരുമായിരിക്കും. വാഗ്മി, ഗണിതജ്ഞൻ, സ്ത്രീ സന്താനങ്ങൾ കൂടുതലുള്ളവരും ഇങ്ങനെയൊക്കെ ഫലമുണ്ട്. അപ്പോൾ 3ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ 3ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടവയാണ്. അതായത് പരാക്രമം, ധൈര്യം, വീര്യം, സഹോദരി സഹോദരന്മാർ, ഭൃത്യൻ, ഉപദേശം, യാത്ര, പിതൃമരണം തുടങ്ങിയവരെല്ലാം ഈ 3ാം ഭാവം കൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 3ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ പ്രബലൻ എന്നാണ് വരാഹമിഹിരൻ്റെ വിശേഷണം പറയുന്നത്. മാനസികവും ശാരീരികവുമായിട്ടുള്ള കരുത്തുള്ളവരായിരിക്കും. പലതരം നേട്ടങ്ങൾ സ്വന്തമാക്കിയവരായിരിക്കും. സൗമ്യ സത്യസ്യ ഹന്ത എന്ന് ജ്യോതിഷ തത്വത്തിലും പറയുന്നു. കപടകർമ്മങ്ങളിലും വാക്കിലും മിടുക്കനായവൻ എന്നർത്ഥം. ഭീരു, ശബലൻ, സഹോദരിമാർ കൂടുതലുള്ളവൻ, വെറുതെ മനോരാജ്യം കണ്ട് നടക്കുന്നവൻ തുടങ്ങിയ മറ്റ് നിരീക്ഷണങ്ങളും പറയുന്നുണ്ട്. ഇപ്പോൾ ബുധൻ 4ാം ഭാവത്തിൽ നിന്നാൽ അമ്മ, അമ്മാവൻ, ഭാഗിനേയൻ, സുഹൃത്ത്, വസ്തുവകകൾ, സ്വഗ്രഹം, സുഖം, വാഹനം, ഇരിപ്പിടം, അഭിവൃദ്ധി, വളർത്തുമൃഗങ്ങൾ, മനസ്സ് തുടങ്ങിയവയെല്ലാം നമ്മൾ 4ാം ഭാവം കൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നത്. 4ാം ഭാവ കാരകന്മാർ ബുധനും ചന്ദ്രനുമാണ് താനും. അപ്പോൾ കാരകൻ ഭാവത്തിൽ നിൽക്കുന്നത് അത്ര നല്ലതല്ലെന്നും ഒരു പക്ഷമുണ്ട്. ബലവാനായ ബുധൻ 4ാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ തീർച്ചയായിട്ടും വലിയ കവിയും പണ്ഡിതനുമൊക്കെ ആവും. ബന്ധുഗുണമുള്ളവനാവും. ധനം, ഭൂസ്വത്ത്, നല്ല വാഹനം, മോടിയുള്ള വീട് തുടങ്ങി ഭൗതിക സമൃദ്ധികൾ അയാളുണ്ടാകും. പിന്നെ 4ാം ഇടം കൊണ്ട് ബലവാനായ ബുധനാണ് 4ലെങ്കിൽ അയാൾ വലിയ ഗണിതശാസ്ത്രജ്ഞനോ സാങ്കേതിക വിദ്യാ നിപുണനോ ബഹുഭാഷാ പണ്ഡിതനോ ഒക്കെ ആകാൻ യോഗം പറയുന്നുണ്ട്. പക്ഷേ ബുധൻ ദുർബലനായ ജാതകനെ ബന്ധുക്കൾ ദേഷിക്കും, മനസ്സുഖം കുറയും, ശയന സൗഖ്യം ഉണ്ടാകുകയില്ല. അതായത് വിദ്യാഭ്യാസത്തിനും തടസ്സം നേരിടാം. ബുധൻ 5ാം ഭാവത്തിൽ നിന്നാൽ സന്താനഭാവമാകുന്ന ബുധൻ 5ൽ നിന്നാൽ ബുദ്ധിയുടെ ഗതിവിഗതികൾ, മന്ത്രാരാധ്യന, ഗർഭാവസ്ഥ, അപ്പോഴിപ്പോൾ വേണ്ട ബുദ്ധി, വിശേഷം, പ്രജ്ഞ, വിവേചന ശക്തി, സൗമനസ്യ ശീലം ഉണ്ടാവും തുടങ്ങിയവും ഈ ഭാവം കൊണ്ട് നമ്മൾ വ്യക്തമാക്കപ്പെടുന്നു. ബുധൻ 5ാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ നല്ലൊരു കുടുംബസ്ഥനെന്ന് പേരും എടുക്കും. അയാൾ ബുദ്ധിമാനും ഭാവനാവിലാസമുള്ളവനും കാവ്യാനുശീലനും നേടിയവനുമാവുമെന്നാണ് പറയുന്നത്. ഈശ്വരഭക്തി, സൽക്കർമ്മ, താല്പര്യം എന്നിവയിൽ മുമ്പനാവും. പുത്രിമാർ കൂടുതലുണ്ടാവും. വിദ്യാഗുണം, മനോഗുണം, മന്ത്രാഭിചാരാദികളിൽ നൈപുണ്യം, മുജ്ജന്മ സുഹൃതം എന്നിവയെല്ലാം നമ്മൾ 5ാം ഭാവത്തിനെ കൊണ്ട് പറയുമ്പം ഈ പറഞ്ഞതെല്ലാം ധാരാളം ഇവർക്ക് വന്നു ചേരും. ധാരാളം പുത്രന്മാർ ഉണ്ടാവുമെന്ന് സാരാവലിയും പറയുന്നു.
ഇപ്പോൾ ബുധൻ 6 നിന്നാൽ കള്ളന്മാർ, രോഗം, ശത്രു, ഗുണം, തടസ്സം, കടം, ദുഷ്കൃതം, ഭയം, അമവധി, വിവാദം, യുദ്ധം തുടങ്ങിയ 6ാം ഇടം കൊണ്ട് ചിന്തിക്കുന്നു. ജീവിതത്തിലെ ഋണാത്മക വിഷയങ്ങളെ, നെഗറ്റീവായ കാര്യങ്ങളെ 6ാം ഭാവം സൂചിപ്പിക്കുന്നു. അപ്പം 6, 8, 12 ഭാവങ്ങൾ അനിഷ്ടഭാവങ്ങളാണ് നമ്മൾ എന്ന് പറയുന്നത്. 3ഉം അതിൻ്റെ കൂടെ നമുക്ക് ഉൾപ്പെടുത്താം. ബുധൻ 6ാം ഭാവത്തിൽ നിന്നാലുള്ള ഫലങ്ങൾ, ബുധൻ ബലവാനാണെങ്കിൽ ശത്രുക്കളെ പരാജയപ്പെടുത്തും എന്ന് പറയുന്നുണ്ട്. വലിയ പ്രമാണിയായിരിക്കും. വാദങ്ങൾ, വ്യവഹാരങ്ങൾ എന്നിവയിൽ വിജയം വരിക്കും. ബന്ധുക്കൾ വഴി സമ്പാദ്യം ഉണ്ടാക്കും. വിദ്യാഭ്യാസ യോഗ്യതകളൊക്കെ ഇവർ നേടും. ബുധൻ ദുർബലനാണെങ്കിൽ ത്രിദോഷ കോപം കൊണ്ട് രോഗം ഉണ്ടാവുമെന്നും പറയുന്നുണ്ട്. തൃക്കുരോഗം ആക്രമിക്കും, ഉന്മാദ രോഗം പിടിപെടും, കലഹങ്ങളിൽ തൂക്കും, കോപശീലം കൊണ്ട് വെറുതെ മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ബുധൻ 6ാം ഭാവത്തിൽ നിന്നാൽ. ബുധൻ 7ാം ഭാവത്തിൽ നിന്നാൽ ദാമ്പത്യ ജീവിത, പങ്കാളി, യാത്ര, കൂട്ടുകച്ചവടം തുടങ്ങിയ 7ാം ഭാവം കൊണ്ടാണ് പറയുക. ബുധൻ 7ാം ഭാവത്തിൽ ബലവാനായി നിന്നാൽ ദാമ്പത്യ സുഖം അനുഭവിക്കുന്നവനായിരിക്കും. സുന്ദരിയും വിദുഷിയും കുലീനയുമായ ജീവിത പങ്കാളിയെ ലഭിക്കും. മറ്റു ലൗകിക സുഖങ്ങളെല്ലാം അയാൾക്കുണ്ടാവും. ബുധൻ ക്ഷീണനെങ്കിൽ ധാതുക്ഷയം സംഭവിക്കുമെന്നും പറയുന്നുണ്ട്. ദാമ്പത്യത്തിൽ പരാജയപ്പെടും. വൃശ്ചികം, ഇടവൻ, ചിങ്ങം തുടങ്ങിയ 7ാം ഭാവമായാൽ വൈവാഹിക ജീവിതം അസുഖകരമാവും. ലഗ്നം, ധനുവും മീനവും ആയാൽ 7ലെ ബുധൻ ഭദ്രയോഗപ്രദമാണെന്നും ആചാര്യൻ പറയുന്നു. ജീവിത സൗഭാഗ്യങ്ങളെല്ലാം നേടാൻ പറ്റും. ബുധൻ 8ാം ഭാവത്തിൽ നിന്നാൽ 8ാം ഭാവം ദുസ്ഥാനമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ആയുസ്, മരണം, അമവധി, വീഴ്ച, മുറിവ്, ഭാഗ്യഹാനി എന്നിവയെല്ലാം 8ാം ഭാവം കൊണ്ടാണ് പറയുക. പൊതുവെ ആചാര്യന്മാർ ശുഭഗ്രഹങ്ങളുടെ അഷ്ടമസ്ഥിതിയെക്കുറിച്ച് മിശ്രപക്ഷക്കാരാണ്. ബുധൻ അഷ്ടമത്തിൽ ശുഭഫലദാതാവാണെന്ന് പ്രമാണം പറയുന്നുണ്ടെങ്കിലും ചില ആചാര്യന്മാർ അതിന് എതിരായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അഷ്ടമത്തിൽ ബുധൻ നിന്നാൽ ജാതകം പ്രസിദ്ധനാവും, വിനയം, വിവേകം, ചിന്താശീലം എന്നിവയുള്ളവനാകും, ദീർഘായുഷ്മാനും സ്വന്തം കുടുംബത്തിൻ്റെ ഉദ്ധാരകനുമാകും, രാജാവോ രാജാവിൻ്റെ സേനാനായകനോ ഒക്കെ ആകാൻ, അല്ലെങ്കിൽ നീതിന്യായാധിപനോ ആവുമെന്നൊക്കെ ദണ്ഡദായകൻ എന്ന പദത്തെ കുറിച്ച് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോൾ ബുധന് മൗഢ്യം, നീചം, ശത്രുക്ഷേത്രസ്ഥിതി, പാപയോഗ ദൃഷ്ടികളൊക്കെ എന്നിവയുണ്ടായാൽ വിപരീത ഫലങ്ങളായിരിക്കും നമുക്ക് സിദ്ധിക്കുക. അപ്പോൾ ബുധൻ 9ാം ഭാവത്തിൽ നിന്നാൽ 9ാം ഭാവം കൊണ്ട് പിതാവ്, പൗത്രൻ, ഗുരു, ഭാഗ്യം, ദയ, തപശക്തി, ദാനം, ഈശ്വരോപാസന, സൽക്കർമ്മ, പുണ്യം, ഒരുമിച്ചുണ്ണുക, അല്ലെങ്കിൽ ഊണ് കഴിക്കുന്നവൻ, ആഹാരം കഴിക്കുന്നവൻ എന്നൊക്കെ ഫലം പറയുന്നുണ്ട്. ജാതകൻ സൽക്കർമ്മ നിരതനും ദയാശീലനും പുണ്യവാനും ഈശ്വരഭക്തനുമായിരിക്കുന്ന നല്ല കുടുംബത്തിലായിരിക്കും ഇവരുടെ ജനനം. പിതാവിന് ഉയർന്ന സ്ഥിതി, വമ്പിച്ച് പിതൃസ്വത്ത് എന്നിവയെല്ലാം ഉണ്ടാവും. സദ്ഗുണങ്ങളാൽ ജാതകൻ ആദരവ് നേടും. പണ്ഡിതനായ ഗുരു, ക്ഷീണം വരാത്ത ഭാഗ്യാനുഭവം, പ്രഭാഷണകളിൽ നൈപുണ്യം, ഭംഗം വരാത്ത വിദ്യ, കാര്യപ്രാപ്തി എന്നിവയിലും ജാതകൻ അനുഗ്രഹീതനാവും. ബുധൻ ക്ഷീണനാണെങ്കിൽ ഫലങ്ങൾക്ക് വിപരീത ഫലമായിരിക്കും വരിക. ബുധൻ 10ാം ഭാവത്തിൽ നിന്നാൽ 10ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്ന വ്യക്തി നിത്യോത്സാഹി ആയിരിക്കുമെന്നാണ്. കായിക വിനോദങ്ങളിൽ തൽപരനും നിപുണനുമായിരിക്കും. വലിയ കച്ചവടക്കാരനോ ഉദ്യോഗസ്ഥനോ പ്രമുഖനോ ഒക്കെ ആവും. വിദ്യാകല, സാഹിത്യം കൊണ്ട് ഇവർ ഉപജീവനം നടത്തും. ജ്ഞാനം, ബുദ്ധിശക്തി, സമ്പത്ത്, പദവി, സർക്കാർ ബഹുമതി, വാഗ്വിലാസം, മതഭക്തി, ധാർമ്മികത എന്നിവയുള്ളവനാവും. ബുധൻ ദുർബലനോ പാപയോഗ ദുഷ്ടാദികൾ ഉള്ളവനോ ആയാൽ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവനും അധാർമികനുമാവുമെന്നും പറയുന്നുണ്ട്. ബുധൻ 11ാം ഭാവത്തിൽ നിന്നാൽ ലാഭസ്ഥാനമാണെന്ന് നേരത്തെ ഞാൻ എല്ലാത്തിലും പറയുന്നുണ്ട്. ആഗ്രഹപൂർത്തി, ധനഭാവം, ധനലാഭം, ജ്യേഷ്ഠ സഹോദരന്മാർ, പിതാമഹൻ, പൗത്രന്മാർ, ഇടത്തെ ചെവി മുതലായവ ഈ 11ാം ഭാവം കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഏത് ഗ്രഹത്തിൻ്റെ 11ാം സ്ഥിതി നന്നാണെന്ന് തന്നെ ആചാര്യന്മാരെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഈ 11ാം ഭാവത്തിൽ സ്ഥിതനാണെങ്കിൽ ജാതകൻ സൽക്കർമ്മങ്ങൾ, നല്ല തൊഴിൽ എന്നിവ മൂലം നേടിയ സമ്പാദ്യത്തോടു കൂടിയവനാകുമെന്നും പറയുന്നുണ്ട്. വിദ്യാഭ്യാസത്തിൽ വിജയിച്ചവനാവും, ബുദ്ധിമാനാവും, യശസ്സുള്ളവനാവും, പുത്രസമ്പത്തുള്ളവനാവും, ദീർഘായുസുള്ളവൻ എന്നിങ്ങനെയാണ് ആചാര്യന്മാരുടെ വിശേഷണങ്ങൾ. അപ്പം 11ാം ഭാവത്തിൽ നല്ല ഫലങ്ങളാണ് ഏത് ഗ്രഹങ്ങൾ നിന്നാലും. 12ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ ബന്ധുദ്വേഷിയായിരിക്കും എന്നാണ് പറയുന്നത്. സ്വകാര്യ തൽപരൻ, മന്ദബുദ്ധി, വിദ്യാതടസ്സം നേരിട്ടവൻ, ആരോഗ്യമില്ലാത്തവൻ തുടങ്ങിയവനാവും. ജാതകൻ പാപയോഗദൃഷ്ടികളോടെ നിന്നാൽ ധൂർത്തനും വലിയ ചെലവാളിയുമാകും. വ്യവഹാരം മൂലം ധനനാശം, പ്രവാസം,
നിന്ദ്യജന സംസർഗം എന്നിവയും ഫലങ്ങളാണ്. ക്രൂരത, ആലസ്യം, കാര്യപരാജയം, ദുഃഖാധിക്യം എന്നിവയും ആൾക്കുണ്ടാവും. നവഗ്രഹങ്ങളുടെയും ദ്വാദശ ഭാവസ്ഥിതി പഠിക്കുകയും സമഗ്രമായി വിലയിരുത്തുകയും ചെയ്യേണ്ടതാണ് 12ാം ഭാവത്തിനെ കൊണ്ട് നമ്മൾ ഓരോന്നും പറയുമ്പോൾ. അപ്പോൾ ബുധനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ഏതെങ്കിലും ഫലത്തെ നിർണ്ണയിക്കുന്നത് അപൂർണമാവുമെന്നും മനസ്സിലാക്കണം. നമ്മൾ 12ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെക്കുറിച്ച് 90% 12ാം ഭാവത്തിൽ നിൽക്കുന്ന ഏത് ഗ്രഹങ്ങൾ നിന്നാലും ദോഷഫലങ്ങളാണ് തരുന്നത്. അപ്പം 12ാം ഭാവം സൽഭാവമല്ല എന്ന് തന്നെ ഞാൻ നിങ്ങളോട് ഏവരോടും വീണ്ടും വീണ്ടും പറയുകയാണ്. അപ്പം അടുത്ത ഇനി ഗുരുവിൻ്റെ 12 രാശികളിൽ നിന്നാലുള്ള ഫലവും ഗുരുവിൻ്റെ 12 ഭാവങ്ങളിൽ നിന്നാലുള്ള ഗുണദോഷ ഫലവുമായി അടുത്ത എപ്പിസോഡുകളിൽ കാണാം. നന്ദി, നമസ്കാരം.